ആലപ്പുഴയിലെ വാഹനാപകടത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഷാജഹാൻ തുടരുന്നുണ്ട്. ഷാജഹാൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആര്യ, പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ഒരാളുടെ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിക്കാനുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്നും വണ്ടാനം, ഇതിപ്പോൾ മോർച്ചറിയാണ്, ആശുപത്രിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്, ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ തന്നെ നിൽക്കുന്നത്. അവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. അവിടെ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം പൊതുദർശനമുണ്ടാകും. ഇവരുടെ ബാച്ചിൽ തന്നെ ഏതാണ്ട് 175 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റ് ബാച്ചുകൾ, ഔസറൻസി അടക്കമുള്ള എല്ലാ ബാച്ചുകളിലെ വിദ്യാർത്ഥികളുണ്ടാകും, അധ്യാപകരുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, അങ്ങനെ ഈ നാട്ടുകാരുണ്ടാകും. അങ്ങനെ വലിയൊരു ജനസമൂഹം തന്നെ അവിടെ ഇപ്പോൾ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ പൊതുദർശനത്തിനൊക്കെ ശേഷമായിരിക്കും ഓരോരുത്തരുടെ മൃതദേഹം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുക. കാവാലം സ്വദേശിയുണ്ട്, പാലക്കാടുണ്ട്, അതോടൊപ്പം തന്നെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരുമുണ്ട്. ഇന്നലെ മുതൽ തന്നെ അമ്പലപ്പുഴ MLA ഇതിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ജില്ലാ കളക്ടറുമായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് സംഭവം നടന്നപ്പോൾ തൊട്ട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ MLA എല്ലാവരും ഇവിടെയുണ്ട്, ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇതെന്താണ് ഇന്നലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ MLA പെട്ടെന്ന് തന്നെ ഓടിയെത്തി? ഞാൻ ആ സമയത്ത് തന്നെ ഇവിടേക്ക് വന്നിരുന്നു. അപ്പോൾ വളരെ ദാരുണമായൊരു സ്ഥിതി, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത പോലെ ഒരു മാനസികാവസ്ഥയായിരുന്നു അത്. ഇപ്പോൾ ഒരാളുടെ സർജറി, ന്യൂറോ സർജറി ഒരാളുടെ കഴിഞ്ഞു, ബാക്കി പരിക്ക് പറ്റിയവരില്ലേ. ഇപ്പോൾ ഒരു 3 പേരുടെ ഇപ്പോഴും അപകടനില തരണം ചെയ്തു എന്ന് തീർത്തും പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഒരാളെ ഇത്തിരി അതീവ ഗുരുതരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി 2 ആളുടെ അത്ര പ്രശ്നമില്ല എന്നാണ്. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പൊതുദർശനം എങ്ങനെ സമയക്രമീകരണം? ഒരു 3 ആളുടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 11:30 ക്യാമ്പസിൻ്റെ മുന്നിൽ പോർട്ടിക്കോയിൽ അവിടെ പൊതുദർശനം വയ്ക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ശ്രീ സജി ചെറിയാൻ, ശ്രീ പി പ്രസാദ് എന്നിവർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പി പ്രസാദ് മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും 11 മണിയോടുകൂടി എത്തിച്ചേരും. നിങ്ങളൊക്കെ തന്നെ ഇന്നലെ ആ സമയത്ത് സംഭവം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തി. എനിക്ക് തോന്നുന്നു പുലർച്ചെയാണ് മടങ്ങിപ്പോയത്. അതെ, വെളുപ്പിനാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ രാത്രി തന്നെ പോലീസ് എല്ലാ നിലയ്ക്കും ഇൻക്വസ്റ്റ് നടപടിയെല്ലാം രാത്രി തന്നെ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമുക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിഞ്ഞത്. മെഡിക്കൽ ടീം നല്ല നിലയിൽ യോഗം ചേർന്ന് തന്നെ ഓരോ പേഷ്യൻസിൻ്റെയും കാര്യങ്ങൾ നിശ്ചയിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ലൈഫ് സേവ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന പോലെ നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്തതിൻ്റെ സ്പീഡിലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡോക്ടറെ, ഇതിപ്പോൾ അവരുടെ ഇനിയിപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ഇനിയിപ്പോൾ 2-3 കുട്ടികൾ കൂടി ഉണ്ട്. അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവരുടെ അവസ്ഥ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി പറയാനായിട്ടില്ല. ഗുരുതരമാണെന്നാണ് പറയുന്നത്. ഗുരുതരമാണെന്ന് കേട്ടു. പൊതുവേ ഈ വിദ്യാർത്ഥികളൊക്കെ 1-ാം വർഷ വിദ്യാർത്ഥികളാണ്. അങ്ങനെയൊക്കെ മറ്റ് എല്ലാവരും ഇത് വളരെ ഒരു ഞെട്ടലോട് കൂടിയാണല്ലോ ശരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 ഞെട്ടലാണ്. ഒന്ന് ഈ നമ്മൾ ഇവിടുത്തെ കുട്ടികൾ എന്നുള്ള നിലയിലും, പിന്നെ ഒന്ന് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു അതിദാരുണമായ സംഭവം എന്ന നിലയിലും എനിക്ക് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, 1-ാം വർഷമാണ്, ഇവർ കൂടുതലായിട്ട് പരിചയിച്ച് വരുന്നേ ഉള്ളൂ. അതെ, ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവർ എവിടെയോ സിനിമയ്ക്കോ മറ്റോ പോയതാണെന്നാണ് മനസ്സിലാവുന്നത്. വളരെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ ദുഃഖം, അവർക്ക് ഈ പറയുന്ന വിയോഗം താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ പറയാനൊക്കെ ഉള്ളൂ. ഇത് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. ഇപ്പോൾ 11:30 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ അമ്പലപ്പുഴ MLA കൂടിയായിട്ടുള്ള സലാം പറഞ്ഞത്. അതിനുശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക. ഇപ്പം നമുക്ക് ഈ പുറയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ ഈ മരണം അറിഞ്ഞതിന് ശേഷം ഓരോ സ്ഥലത്തു നിന്നും എത്തിയിട്ടുള്ളവരാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പാലക്കാട് നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ളവരുടെ രക്ഷകർത്താക്കളും മാതാപിതാക്കളും എത്തിയിട്ടില്ല. അവർ എറണാകുളത്ത് വരും, മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകും. അതിനുശേഷം അവിടുത്തെ ഒരു പള്ളിയിലായിരിക്കും സംസ്കാരം നടക്കുക. അത് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ വലിയ ഒരു ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി 9:20 കളർകോട് ഭാഗത്ത് വെച്ചുണ്ടായത്. ആര്യ.
തീർച്ചയായും ഷാജഹാൻ 11:30 കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുമെന്നും മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾ അപകടനില തരണം ചെയ്തു എന്ന് പൂർണ്ണമായും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയേറെ ആഘാതത്തിലുള്ള ഒരു അപകടമായിരുന്നു. ഗുരുതരമായ പരിക്കുകളോടെയാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ മരിച്ച വിദ്യാർത്ഥികളെ കാണാനായി നിരവധി പേരാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1 മണിക്കൂർ സമയമാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് പൊതുദർശനത്തിനായി. ഇത് നീളാനുള്ള ഒരു സാധ്യത കൂടെ മുന്നിൽ കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ പൊതുദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ക്യാമ്പസിലാണ് നടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഭാരവാഹികളൊക്കെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഇനിയിപ്പോൾ നമുക്ക് പൊതുദർശനമാണല്ലോ, താങ്കൾ ഇവിടുത്തെ ചെയർമാനാണല്ലോ. പൊതുദർശനം നമ്മളിപ്പോൾ ഇവിടെ ഓട്ടോപ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ ഏകദേശം ഉച്ചയോടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ മിനിസ്റ്ററും ഒക്കെ വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇങ്ങനെയൊരു അപകടം നിങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയാണ് ശരിക്കും നമ്മൾ ഈ പെട്ടെന്ന് ഒരു അപകടം നടന്ന് പിള്ളേരെ കൊണ്ടുവരുന്നു, പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. നമ്മൾ ഈ ന്യൂസ് കണ്ട് നമ്മൾ വിളിച്ചപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. പിന്നെ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ നല്ല ഷോക്കായിരുന്നു. പിന്നെ ഇത്രയും മരണസംഖ്യയൊക്കെ എത്ര ഇത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ നിലവിൽ അവിടെ ഉള്ളവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും അതൊന്നും പറയാറിയിട്ടില്ല. അവരിപ്പോൾ ഒരാൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇമ്പ്രൂവ് ആയി വരുന്ന പ്രതീക്ഷയിലാണ്. നിലവിലൊന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്തായാലും ഈ ക്യാമ്പസിലുള്ള മറ്റ് വിദ്യാർത്ഥികളും അവരുടെ ഞെട്ടൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഭീതി ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് നമ്മോട് സംസാരിച്ചത്. അവർ ഇവിടുത്തെ യൂണിയൻ്റെ പ്രതിനിധികളൊക്കെയാണ്, കോളേജ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ്. ഒക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും ഇവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ മൃതദേഹം ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവരുടെ ബന്ധുക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെ എല്ലാവിധ സഹായങ്ങളുമായിട്ടൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ സഹപാഠികൾ ഈ മറ്റവരോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളുമൊക്കെ തന്നെ ക്യാമ്പസിന് പുറത്തും അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഈ മോർച്ചറിയുടെ പുറത്തുമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവരൊക്കെ തന്നെ ഈ ൊക്കെ എത്തിയ ശേഷമാണ് ഓരോരുത്തരുടെയും പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ നടക്കുക. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ആംബുലൻസുകളെത്തും. 5 ആംബുലൻസുകളിലായിട്ടാണ് ഇവിടെ നിന്നും ഈ മൃതദേഹങ്ങളൊക്കെ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുക. ആര്യ, തീർച്ചയായും നേരത്തെ ഒരു ജനപ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ. അത്തരത്തിലുള്ള 5 പേരുടെ ജീവനാണ് ഇന്നലത്തെ ഈ അപകടത്തിൽ പൊലിഞ്ഞത്. ഷാജഹാന് ഒപ്പം ഈ മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയോ? ഇന്നലെ രാത്രി തന്നെ ഈ മരണപ്പെട്ടവരുടെ വീടുകളിലൊക്കെ തന്നെ പോലീസ് വിവരം അറിയിച്ചിരുന്നു. അതിനുശേഷം രാത്രി തന്നെ ഇവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്കൊരു ഉച്ചയോടുകൂടി അവർ വിമാനമാർഗം അവർ മറ്റൊരു ദ്വീപിലാണ്, അവിടെ നിന്നും കവരത്തിയിൽ വന്നിട്ട് അവിടെ നിന്നുമാണ് അവർ കൊച്ചിയിലേക്ക് വരിക. അപ്പോഴെന്തായാലും 1 മണി 2 മണിയോടുകൂടി അവർ കൊച്ചിയിലെത്തുകയുള്ളൂ. ആ സമയത്ത് ഇവിടുന്ന് പൊതുദർശനമൊക്കെ കഴിഞ്ഞ് മൃതദേഹം എറണാകുളത്തേക്ക് എത്തിക്കാനുള്ള നടപടികളാണ്. ഇവിടെ മറ്റ് ചില ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ നിന്നും മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ട് കൊച്ചിയിൽ സംസ്കരിക്കാനുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്ന്. എന്തായാലും മറ്റ് മൃതദേഹങ്ങൾ ഇപ്പോൾ പാലക്കാടേക്ക് അവരെ ബന്ധുക്കളെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പാലക്കാട് എന്തായാലും ഇവിടെ നിന്ന് 2 മണിക്ക് പൊതുദർശനത്തിന് ശേഷം 5 മണിക്കൂർ യാത്രയുണ്ടാവും. അപ്പോൾ ഒരു 7 മണിയെങ്കിലും ആയാലേ അവരുടെ നാട്ടിലെത്തുള്ളൂ. അപ്പോൾ ഇന്ന് സംസ്കാരം നടക്കില്ല, അത് വൈകും. അതുകൊണ്ട് നാളെ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിൽ ചില ദൂരത്തിലുള്ള അതായത് കണ്ണൂരും മലപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ സംസ്കാരം ഇന്ന് നടക്കാൻ സാധ്യതയില്ല. അവരുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ കാണേണ്ടതുണ്ട്. രാത്രി വൈകിയായിരിക്കും മൃതദേഹം വീട്ടിലെത്തുക. അതുകൊണ്ട് തന്നെ ഈ ദൂരത്തുള്ളവരുടെയൊക്കെ തന്നെ സംസ്കാരങ്ങൾ നാളെ നടക്കാനേ സാധ്യതയുള്ളൂ. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഈ ലക്ഷദ്വീപ് സ്വദേശിയുടേതും അതോടൊപ്പം തന്നെ കാവാലത്തുള്ള പയ്യൻ്റെയും ഒക്കെ സംസ്കാരങ്ങളായിരിക്കും ഇന്ന് നടക്കുക. അതോടൊപ്പം തന്നെ കോട്ടയം ഭാഗത്തു നിന്നും ഒരു വിദ്യാർത്ഥിയും ഈ മരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും സംസ്കാരങ്ങളൊക്കെ ഇന്ന് നടക്കും. അങ്ങനെ ഈ 2-3 എണ്ണം മാത്രമായിരിക്കും ഇന്ന് നടക്കുക. മറ്റുള്ളതൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. 12 മണിയോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം. 1 മണിക്കൂറാണ് ഈ പൊതുദർശനത്തിന് നിലവിൽ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം മൃതദേഹം അതത് ജില്ലകളിലേക്ക് എത്തിക്കും. ചിലരുടെ സംസ്കാര നടപടികൾ ഇന്നുണ്ടാകും, മറ്റു ചിലത് നാളെ ആയിരിക്കും നടക്കുക. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഷാജഹാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്.
അവസാനമായ വിദ്യാർത്ഥികളെ ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മരിച്ച വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ചിലർ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ ഷാജഹാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഷാജഹാനിലേക്ക് മടങ്ങിയെത്താം. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്.